ഉസ് എന്ന നാട്ടിൽ ഇയ്യോബ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ വളരെ ധാർമ്മികനും നീതിമാനുമായ മനുഷ്യനായിരുന്നു. ദൈവത്തെ ഭയപ്പെടുകയും പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ഇയ്യോബ് സമ്പന്നനായിരുന്നു. അവന് ആയിരക്കണക്കിന് പശുക്കളും ഒട്ടകങ്ങളും ആടുകളും എരുമകളും ഉണ്ടായിരുന്നു. കൂടാതെ 7 പുത്രന്മാരും 3 പുത്രിമാരും അടങ്ങുന്ന വലിയൊരു സന്തോഷപൂർണ്ണ കുടുംബവും. ഇയ്യോബ് തൻ്റെ മക്കളെ വളരെയധികം സ്നേഹിച്ചു. അവർ വിരുന്ന് നടത്തിയ ശേഷം മക്കൾ എന്തെങ്കിലും പാപം ചെയ്തിരിക്കാമല്ലോ എന്ന് കരുതി ഇയ്യോബ് അവർക്ക് വേണ്ടി ദൈവത്തിന് യാഗം നടത്തുമായിരുന്നു. ഒരു ദിവസം സ്വർഗത്തിൽ ദൈവദൂതന്മാർ ദൈവത്തിൻ്റെ മുന്നിൽ നിന്നു. സാത്താനും അവരോടൊപ്പം വന്നു. ദൈവം ചോദിച്ചു, ഇയ്യോബ് എന്ന എൻ്റെ ദാസനെ കണ്ടോ? അവനെപ്പോലെ ശുദ്ധനും നീതിമാനുമായവനില്ല. സാത്താൻ പരിഹസിച്ചു പറഞ്ഞു, ഇയ്യോബ് നിന്നെ ആരാധിക്കുന്നത് നീ അവനെ അനുഗ്രഹിച്ചതുകൊണ്ടാണ്. അവൻ്റെ സമ്പത്തും കുടുംബവും ആരോഗ്യവുമൊക്കെ നീ എടുത്തു കളഞ്ഞാൽ അവൻ നിന്നെ ശപിക്കും. ദൈവം പറഞ്ഞു, ശരി, അവൻ്റെ സമ്പത്തും കുടുംബവും നീ പരീക്ഷിച്ചോ, പക്ഷേ അവൻ്റെ ജീവനെ സ്പർശിക്കരുത്. ഒരു ദിവസത്തിൽ തന്നെ എല്ലാ ദുരന്തങ്ങളും സംഭവിച്ചു. ശത്രുക്കൾ വന്ന് ഇയ്യോബിൻ്റെ പശുക്കളെയും ആടുകളെയും കവർന്നു. തീ സ്വർഗത്തിൽ നിന്നും വന്ന് മറ്റു ചില മൃഗങ്ങളെ ചുട്ടുകളഞ്ഞു. കള്ളന്മാർ ഒട്ടകങ്ങളെ പിടിച്ചെടുത്തു. ഒരു വലിയ കാറ്റ് വീശി ഇയ്യോബിൻ്റെ മക്കൾ വിഴുന്നു നടത്തിയിരുന്ന വീട് ഇടിഞ്ഞു വീണു. എല്ലാവരും മരിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ ഇയ്യോബ് വേദനയെ നിലവിളിച്ചെങ്കിലും പറഞ്ഞു, ഞാൻ ശൂന്യനായി ഈ ലോകത്ത് വന്നു, ശൂന്യനായി മടങ്ങും. ദൈവം തന്നു, ദൈവം എടുത്തു. അവൻ്റെ നാമം സ്തുതിക്കപ്പെടട്ടെ.